ഏജൻസികൾ വഴി കുട്ടികളെ കൊണ്ട് ഡംപ് ചെയ്യുക. ഒറ്റ യൂണിവേഴ്സിറ്റി കൊള്ളാവുന്നതല്ല, എല്ലാം ചാർട്ടർ യൂണിവേഴ്സിറ്റികളാണ്. 30 ലക്ഷം 22 ലക്ഷം ഒക്കെ നമ്മുടെ വീട് പണയപ്പെടുത്തിയൊക്കെ വെച്ച് എല്ലാവരെയും തീർക്കും. ഒരു പഠനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ഭ്രമമുള്ളത് പഞ്ചാബികൾക്കും മലയാളികൾക്കും. കൃത്യം പഠനമാണ്. ഇവിടെ തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ എല്ലാ കോളേജിലും പിള്ളേരെ കറക്റ്റായിട്ടുണ്ട്. കോളേജിലൊക്കെ ഭയങ്കര പിള്ളേരാണ്. അവരാരും വിദേശത്ത് പോകാൻ വളരെ റയർ കേസ്. ഡിസംബറിൽ ഞാൻ അമേരിക്കയിൽ പോയി, 6-7 സ്റ്റേറ്റിൽ പോയി. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി നോക്കിയപ്പോൾ മലയാളി പിള്ളേരില്ല. ഇപ്പോൾ അവിടെ ഉള്ള മക്കളുണ്ട്, അല്ല ഇതിനു വേണ്ടി പോകുന്നവർ വളരെ കുറഞ്ഞു. കാനഡയിൽ ഇപ്പൊ UK പരിപാടിയൊക്കെ തീർന്നു. ഏജൻസികൾ പറയും അവിടെ ചെന്നാൽ അവരെ AC ആണ് ബാത്റൂം, ഒരു പ്രശ്നവും നമ്മൾ ചെന്നാക്കാൻ പറയും. മാതാപിതാക്കള് മക്കളുടെ ഭാവിയെ ഓർത്താണ് വിടുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ആദ്യം തന്നെ പറയട്ടെ, പഠിച്ചതിന് ശേഷം ജോലിക്ക് പോകുന്നെങ്കിൽ ഞാൻ കൈയടിക്കും. പഠിച്ചതിന് ശേഷം ജോലിക്ക് പോകുന്നവർക്ക് ഞാൻ കൈയടിക്കും, പ്രത്യേകിച്ച് മെഡിക്കൽ മേഖല. ഞാൻ ഈ അടുത്ത നാളില് ഹരിപ്പാട് പബ്ലിക് കോളേജിൽ പഠിപ്പിച്ച ഒരു ഗാഡിയനെ കൊണ്ട് ഒരു കല്യാണത്തിന് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മോൻ എവിടെയാന്ന് ചോദിച്ചു. അവൻ ലണ്ടനിൽ ഒരു ബാങ്കിൽ ഓഫീസറാണ്. നല്ല കാര്യം. അപ്പൊ എനിക്കറിയാം അവൻ +2 മുക്കിയാണ് ജയിച്ചത്. അവൻ ലണ്ടനിൽ ബാങ്കിൽ ഓഫീസറാണ്. ഞാൻ UK പോയി. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഫ്രണ്ടില് ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, ഇളയ മകൻ ജീവനുണ്ട്. അവിടുത്തെ കടകളിൽ നിൽക്കുമ്പോൾ 50% ഡിസ്കൗണ്ട് ആണ്. ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് പ്രതിമ പോലെ. അവൻ അനങ്ങുന്നില്ല. ഞാൻ ചോദിച്ചടാ മഞ്ജുഷേ, പണി പോകും ഇന്ത്യ. ബാങ്ക് ഓഫീസർ, അത് പിതാക്കന്മാരുടെ പാവം മനുഷ്യരാണ്, വിശ്വസിക്കും. അവിടെ ചെന്നാൽ ശരിക്കും ഒരു ശിക്ഷയാണ്. ഭൂമിയെ കുഞ്ഞു പുല്ലുവിളി കഴിക്കാത്ത കൊച്ചുകൾക്ക് ഒരു നല്ല ശിക്ഷയാണ്. അത് വേറെ കാര്യം, അത് മറ്റൊരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങള് ഓർക്കുന്ന പോലെ അത്ര സുഖമല്ല. അച്ചാറ് കൂട്ടി ഊപ്പാട് വരും. ഇന്നലെ വൈകിട്ട് എന്റെ ഫാദർ ചേട്ടന്റെ മോൻ ജിജു കാനഡയിൽ 5-6 ഗ്യാസ് സ്റ്റേഷൻ ഉള്ളതാണ്. പുള്ളി പോയി. പുള്ളിയുടെ വൈഫുണ്ട്, ഇമിഗ്രേഷൻ വർക്ക് ചെയ്യുക. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇവിടുത്തെ പിള്ളേരെയൊക്കെ ഒന്ന് കിട്ടുവാണേ എനിക്കൊന്ന് സംസാരിക്കണം, അവരെ എങ്ങനെ ഒരുമിച്ച് കിട്ടും. ഞാൻ പറഞ്ഞു, ഒരുമിച്ച് കേരളത്തെ പിള്ളേരെ കിട്ടത്തുള്ളൂ. അവിടെ അദ്ദേഹത്തിന്റെ ഗ്യാസ് സ്റ്റേഷന്റെ പുറകില് ഞാനിത് കാണാൻ സെപ്റ്റംബറിൽ പോകുന്നുണ്ട്. അത് കാണാൻ ഒരു സായിപ്പ് ഫ്രീ ഫുഡ് കൊടുക്കുന്നു. മലയാളി പിള്ളേരുടെ യൂതിക്കുക. 30 ലക്ഷത്തിന് SBIയിലും ഒക്കെ ലോൺ എടുത്ത് പോകുന്നവരാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, വെറുതെ കുറെ വാർത്താനം പ്രസവമൊക്കെ ഞാൻ 20 ദിവസം കൊണ്ട് പ്രസംഗിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിലല്ല, നിങ്ങൾ ആദ്യം ജോലിക്ക് വേണ്ടി ഏത് രാജ്യത്ത് പോയാലും ഓക്കെ, മനസ്സിലായി. അതുകൊണ്ട് ലോൺ എടുത്ത് വിദേശത്തേക്ക് മക്കളെ അയക്കരുത്. നേഴ്സിങ്ങിന് കുറഞ്ഞപക്ഷം നേഴ്സിങ്ങിനെങ്കിലും വിട്ടാൽ BAക്ക് വിട്ട് ഒരു കാര്യമില്ല. BCom പിന്നെ അക്കൗണ്ട്സ് ഒക്കെ ആയിട്ട് പോകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോയാൽ അങ്ങനെ പോകാം. ഒരു കാര്യമില്ല. ഞാൻ 6-7 വിദേശ രാജ്യം പോയി കണ്ട ഒരാളെന്ന് എനിക്ക് പറയുകയാണ്. ദൈവത്തെ ഓർത്ത് എന്റെ മക്കളെ ഞാൻ വിട്ടില്ലല്ലോ, എനിക്കെന്നെ അറിയാൻ വയ്യാഞ്ഞില്ല. ദൈവത്തെ ഓർത്ത് ഈ പരിപാടിക്ക് വിടരുത്. നിങ്ങൾ അപകടത്തിലാണ്. 30 ലക്ഷം രൂപ ലോൺ എടുത്താൽ 60 ലക്ഷം രൂപ അടയ്ക്കണം, കൃത്യമായിട്ട് അടച്ചാൽ. നല്ല പലിശയാണ്. പിന്നെ നേഴ്സിംഗിന് പോകാൻ ലോൺ തരും, അതിന് നമുക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട.